ഹായ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പ്ലൂട്ടോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിൻ്റെ സൈക്കോളജി എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സൈക്കോളജിയിലെ ചിന്തനം, തിങ്കിങ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് അത് നോക്കാം. അപ്പോൾ ചിന്തനം അല്ലെങ്കിൽ നമ്മൾ തിങ്കിങ് എന്ന് പറയും. മാനസിക പ്രക്രിയയുടെ ഒരു ഉയർന്ന തലമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ചിന്തനമെന്ന് പറയുന്നത്. അപ്പോൾ മാനസിക പ്രക്രിയയുടെ ഒരു ഉയർന്ന തലമാണെന്ത് ചിന്തനമെന്ന് പറയുന്നത്. അനുമാനങ്ങളിൽ എത്തിച്ചേരുക, നിലീന ബന്ധങ്ങൾ കണ്ടുപിടിക്കുക, ആശയങ്ങളെ ക്രമീകരിച്ച് അവയിൽ നിന്ന് നിഗമനങ്ങളും നിലവിലുള്ള ജ്ഞാനത്തിൽ നിന്ന് പുതിയ ധാരണകളിലും എത്തിച്ചേരുക. ഇതിനെയാണ് നമ്മൾ ചിന്തനമെന്ന് പറയുന്നത്. നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് ചിന്തനം, വേറെ ഒന്നുമില്ല. എന്താണ് നമ്മുടെ അനുമാനങ്ങളിൽ എത്തിച്ചേരുക, ഓരോ ബന്ധങ്ങൾ കണ്ടുപിടിക്കുക, ആശയങ്ങൾ ക്രമീകരിച്ച് എന്താണ് ആ ആശയങ്ങളിൽ നിന്ന് നിഗമനങ്ങളും നമ്മുടെ നിലവിലുള്ള അറിവിൽ നിന്ന് പുതിയ ധാരണകളും ആ ഒരു ലെവലിലേക്ക് എത്തിച്ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത് ചിന്തനമെന്ന് പറയുന്നത്. സാധാരണ നമ്മുടെ അത് തന്നെയാണ്. അടുത്ത്, ചിന്തന ശക്തിയെ പരിപോഷിപ്പിക്കുന്നതിനായി കൈക്കൊള്ളേണ്ട നടപടികൾ. വേറൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് നിങ്ങൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോസ് കണ്ടിട്ട് ഇതൊന്ന് കാണാൻ ശ്രമിക്കുക. ഏകദേശം നമ്മുടെ സൈക്കോളജി എന്ന് പറയുന്നത് ഒരു കണക്ഷനാണ്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ചിന്തന ശക്തിയെ പരിപോഷിപ്പിക്കുന്നതിനായി കൈക്കൊള്ളേണ്ട നടപടികൾ എന്തൊക്കെയാണ്? വിജ്ഞാന സമ്പാദനം, അഭിപ്രേരണം, ഉത്തരവാദിത്വത്തോടു കൂടിയ ചിന്തനം, പ്രശ്നങ്ങളെ പറ്റിയുള്ള ബോധം, ശീലങ്ങൾ, ചിന്തന വൈകല്യങ്ങൾ തിരുത്തുക. ഇത്രയൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ചിന്തന ശക്തിയെ പരിപോഷിപ്പിക്കുന്നതിനായി നമ്മൾ കൈക്കൊള്ളേണ്ട നടപടികൾ എന്തൊക്കെയാണ്? വിജ്ഞാന സമ്പാദനം വേണം, അഭിപ്രേരണം വേണം, ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള ഒരു ചിന്തനമായിരിക്കണം, പ്രശ്നങ്ങളെ പറ്റിയുള്ള ഒരു ബോധം ഉണ്ടായിരിക്കണം, ശീലങ്ങൾ, പിന്നെന്താണ് നമ്മുടെ ചിന്തന വൈകല്യങ്ങൾ തിരുത്തുക എന്നാണ്. അടുത്ത്, ചിന്തയുടെ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ചിന്തയുടെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെ ഘടകങ്ങളാണ് നമ്മുടെ ചിന്തയെ സഹായിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്? ധാരണകൾ, ബിംബം, ആശയം, പ്രതീകം, യുക്തിചിന്തനം, ഭാഷ. അപ്പോൾ നമ്മുടെ ചിന്തയെ സഹായിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ധാരണകൾ, ബിംബം, ആശയം, പ്രതീകം, യുക്തിചിന്തനം, പിന്നെ ഏതാണ്? ഭാഷ. അപ്പോൾ നമ്മുടെ ചിന്തനങ്ങളെ എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട്? 2 തരത്തിലുള്ള ചിന്തനമാണ് ഉള്ളത്. അപ്പോൾ ചിന്തനം എത്ര തരത്തിലുണ്ട്? 2 തരത്തിലുള്ള തിങ്കിങ് ആണ് നമുക്ക് ഉള്ളത്. ഏതൊക്കെയാണ്? സംവ്രജന ചിന്തനം, സംവചനയല്ല സംവ്രജന ചിന്തനം, കൺവേർജൻ്റ് തിങ്കിങ് എന്ന് പറയും. അടുത്തേതാണ്? രണ്ടാമത്തേത് വിവ്രജന ചിന്തനം അല്ലെങ്കിൽ ഡൈവേർജൻ്റ് തിങ്കിങ് എന്ന് പറയും. അപ്പോൾ 2 തരത്തിലുള്ള ചിന്തനമാണുള്ളത്. ഒന്ന് സംവ്രജന ചിന്തനം, കൺവേർജൻ്റ് തിങ്കിങ്ങും. രണ്ടാമത്തേത് ഏതാണ്? വിവ്രജന ചിന്തനം, ഡൈവേർജൻ്റ് തിങ്കിങ്. ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരമേ ആവശ്യമുള്ളൂ എങ്കിൽ അവിടെ വ്യക്തി ഉപയോഗിക്കുന്ന ചിന്തനം ഏതാണ്? സംവ്രജന ചിന്തനമാണ്. അപ്പോൾ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം മാത്രമേ ആവശ്യമുള്ളൂ എങ്കിൽ അവിടെ വ്യക്തി ഉപയോഗിക്കുന്ന ചിന്തനം ഏതാണ്? സംവ്രജന ചിന്തനമാണ്. നിരവധി പരിഹാരങ്ങളിൽ നിന്ന് ഉചിതമായവ തിരഞ്ഞെടുക്കേണ്ട അവസരത്തിൽ ഒരു വ്യക്തി ഉപയോഗിക്കുന്ന ഏതാണ്? വിവ്രജന ചിന്തനമാണ്. അപ്പോൾ ഒരു വ്യക്തിയുണ്ട്, അവന് നിരവധി പരിഹാരങ്ങളിൽ നിന്ന് ഒരു കാര്യം മാത്രം തിരഞ്ഞെടുക്കേണ്ട ആ ഒരു അവസ്ഥ വരികയാണെങ്കിൽ അവൻ ഉപയോഗിക്കുന്ന ഏതാണ്? അത് വിവ്രജന ചിന്തനമാണ്. അപ്പോൾ നിരവധി പരിഹാരങ്ങൾ അവൻ്റെ മുൻപിലുണ്ട്, അതിൽ നിന്ന് ഉചിതമായവ തിരഞ്ഞെടുക്കേണ്ട അവസരത്തിൽ ആ ഒരു വ്യക്തി ഉപയോഗിക്കുന്ന ചിന്തനം ഏതാണ്ട വിവ്രജന ചിന്തനമാണ്. വിവ്രജന ചിന്തനത്തിൽ ഓർമ്മയ്ക്കും ഗ്രഹണത്തിനുമാണ് പ്രാധാന്യം. അപ്പോൾ വിവ്രജന ചിന്തനത്തിൽ എന്താണ്? ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. വിവ്രജന ചിന്തനത്തിൽ എന്താണ്? ഓർമ്മയ്ക്കും ഗ്രഹണത്തിനുമാണ് പ്രാധാന്യമെന്ന് പറയുന്നത്. അടുത്ത, ചിന്തനത്തിൻ്റെ പ്രധാന രൂപങ്ങളാണ്. അപ്പോൾ ചിന്തനത്തിന് കുറച്ച് നമ്മുടെ തിങ്കിങ് എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിന് കുറച്ച് പ്രധാന രൂപങ്ങളുണ്ട്. ഏതൊക്കെയാണ്? യുക്തിചിന്തനം, പ്രശ്നപരിഹരണം, വിമർശനാത്മക ചിന്തനം, സർഗാത്മക ചിന്തനം. ആ വാക്കുകളിൽ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ചിന്തനത്തിൻ്റെ പ്രധാന രൂപങ്ങൾ ഏതൊക്കെയാണ്? യുക്തിചിന്തനം, പ്രശ്നപരിഹരണം, വിമർശനാത്മക ചിന്തനം,
സർഗാത്മക ചിന്തനം. നമുക്ക് നമ്മുടെ ഇംഗ്ലീഷ് ആയിരുന്നെങ്കിൽ ഇതിനെക്കാട്ടി നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ടോപ്പിക്കാണ് യുക്തിചിന്തനം. എന്താണ് യുക്തിചിന്തനം? നമുക്കറിയാം എന്താണ് ആശയങ്ങളെ പുനഃക്രമീകരിച്ച് പഴയതും പുതിയതുമായവയെ ക്രോഡീകരിച്ചെടുക്കുന്ന പ്രക്രിയ. നമ്മുടെ നോർമലി നമ്മൾ യുക്തിചിന്ത എന്ന് പറയുന്ന ആ ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ നമ്മൾ ആശയങ്ങൾ എന്ത് ചെയ്യുന്നു? പുനഃക്രമീകരിച്ച് പഴയതും പുതിയതുമായവയെ എന്ത് ചെയ്യുന്നു? അതിനെയൊക്കെ കണക്റ്റ് ചെയ്തുകൊണ്ട് എടുക്കുന്ന ആ ഒരു പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്? യുക്തിചിന്തനം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയുകയാണ്, ആശയങ്ങളെ പുനഃക്രമീകരിച്ച് പഴയതും പുതിയതുമായവയെ ക്രോഡീകരിച്ചെടുക്കുന്ന പ്രക്രിയ എന്തെന്ന് പറയുന്നു? അതിനെ നമ്മൾ യുക്തിചിന്തനം എന്ന് പറയുന്നു. അപ്പോൾ യുക്തിചിന്തനം 2 തരത്തിലാണ്. അപ്പോൾ യുക്തിചിന്തനം എത്ര തരത്തിലാണ്? 2 തരത്തിലാണ് യുക്തിചിന്തനം ഉള്ളത്. ഒന്ന് ആഗമനാത്മകം, ഇൻഡക്റ്റീവ് എന്ന് പറയും. രണ്ടാമത്തേത് നിഗമനാത്മകം, ഡിഡക്റ്റീവ് എന്ന് പറയും. അപ്പോൾ യുക്തിചിന്തനം 2 തരത്തിലാണ്. ഒന്ന് ആഗമനാത്മകം, ഇൻഡക്റ്റീവും. രണ്ടാമത്തേത് ഏതാണ്? നിഗമനാത്മകം, എന്താണ്? നമ്മുടെ ഡിഡക്റ്റീവ് എന്നും പറയും. വിവിധ വസ്തുതകൾ നിരീക്ഷിച്ച് സമ്പ്രത്യയം, വിധിരൂപവൽക്കരണം, ജഡ്ജ്മെൻറ്റ് എന്നിവയിൽ കൂടി സാമാന്യീകരണത്തിൽ അവസാനിക്കുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്? ആഗമന യുക്തിചിന്തനം എന്ന് പറയുന്നത്. അപ്പോൾ വിവിധ വസ്തുതകൾ നിരീക്ഷിച്ച് സമ്പ്രത്യയം, ആ ഒരു വാക്ക് ഇവിടെ എന്താണ്? വിധിരൂപവൽക്കരണം, ജഡ്ജ്മെൻറ്റ് എന്നിവയിൽ കൂടി സാമാന്യീകരണത്തിൽ അവസാനിക്കുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്? ആഗമന യുക്തിചിന്തനം എന്ന് പറയുന്ന. പല കാര്യങ്ങൾ നമ്മൾ നിരീക്ഷിച്ച് ലാസ്റ്റ് എന്താണ്? ഒരു ജഡ്ജ്മെൻറ്റിൽ എത്തിച്ചേരുന്ന ആ ഒരു സംഭവത്തെ എന്തെന്ന് പറയുന്നു? അതിനെ ആഗമന യുക്തിചിന്തനം എന്ന് പറയുന്നു. ആഗമന യുക്തിചിന്തനത്തിൽ കൂടി ആവിഷ്കരിക്കപ്പെട്ട സാമാന്യ തത്വത്തിൽ നിന്ന് ഒരു പർട്ടിക്കുലർ നിഗമനത്തിൽ എത്തിച്ചേരുന്ന പ്രക്രിയ എന്തെന്ന് പറയുന്നു? അതിനെ നിഗമന യുക്തിചിന്തനം എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ആഗമന യുക്തിചിന്തനത്തിൽ കൂടി നമുക്ക് ആ ഒരു ആവിഷ്കരിക്കപ്പെട്ട ഒരു സാമാന്യ തത്വത്തിൽ ഒരു തത്വം നമുക്ക് ആ ഒരു ആഗമന യുക്തിചിന്തനത്തിൽ നിന്ന് കിട്ടും. അപ്പോൾ അതിൽ നിന്ന് നമ്മളൊരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു നിഗമനത്തിൽ എത്തിച്ചേരുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്? നിഗമന യുക്തിചിന്തനം എന്ന് പറയുന്നത്. അപ്പോൾ ആഗമന യുക്തിചിന്തനത്തിൽ നിന്ന് നമ്മൾ എത്തിച്ചേരുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്? നിഗമന യുക്തിചിന്തനം എന്ന് പറയുന്നത്. അടുത്ത് പ്രശ്നപരിഹരണ ചിന്തനം. അടുത്ത നമ്മുടെ ടോപ്പിക്കാണ് എന്തത്? പ്രശ്നപരിഹരണ ചിന്തനം. ചിന്തനത്തിൻ്റെ രണ്ടാമത്തെ രൂപമാണ് പ്രശ്നപരിഹരണ ചിന്തനം എന്ന് പറയുന്നത്. ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ബോധപൂർവം നടത്തുന്ന ചിന്തനമാണെന്ത്? നമ്മുടെ പ്രശ്നപരിഹരണ ചിന്തനം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രശ്നത്തിൻ്റെ അതിനൊരു നമുക്കൊരു പരിഹാരം കാണണം. അപ്പോൾ ആ ഒരു പരിഹാരത്തിന് വേണ്ടി ബോധപൂർവം നടത്തുന്ന ചിന്തനമാണ് പ്രശ്നപരിഹരണ ചിന്തനമെന്ന് പറയുന്നത്. പ്രശ്നപരിഹരണ ചിന്തനത്തിൻ്റെ ഘട്ടങ്ങൾ ഒരു 4 ഘട്ടങ്ങളുണ്ട്. ഇപ്പോൾ പ്രശ്നപരിഹരണ ചിന്തന ഘട്ടങ്ങൾ 4 ഏതൊക്കെയാണ്? പ്രശ്നം മനസ്സിലാക്കൽ, ദത്തസംഭരണം, പരികൽപ്പന രൂപീകരണം, നിഗമന രൂപീകരണം. അപ്പോൾ പ്രശ്നപരിഹരണ ചിന്തനത്തിന് 4 ഘട്ടങ്ങളുണ്ട്. പ്രശ്നം മനസ്സിലാക്കൽ, ദത്തസംഭരണം, പരികൽപ്പന രൂപീകരണം, നിഗമന രൂപീകരണം. അപ്പോൾ അതിൽ നമ്മൾ ഇത്രയും നോക്കിയാൽ മതി. അപ്പോൾ പ്രശ്നപരിഹരണ ചിന്തനത്തിലെ ഘട്ടങ്ങൾ മാത്രം നോക്കിയാൽ മതി. അതിനെ നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ടൊന്നും പോകണ്ട. ഓക്കെ, അടുത്ത മൂന്നാമത്തെയാണ് നമ്മുടെ വിമർശനാത്മക ചിന്തനം. വിമർശനാത്മക ചിന്തനം ആ വാക്കിൽ തന്നെ ഉള്ളതാണ്. ഒരു വസ്തുതയുടെയോ പ്രശ്നത്തിൻ്റെയോ വിവിധ വശങ്ങളെ അനുമാനം നടത്തി ഗുണാത്മക വശങ്ങളെ വിലയിരുത്തി മൂല്യനിർണ്ണയം നടത്തുന്ന രീതിയിലുള്ള ചിന്തനമാണ് നമ്മുടെ വിമർശനാത്മക ചിന്തനം എന്ന് പറയുന്നത്. നോർമലി നമ്മൾ പറയുന്ന ആ ഒരു ചിന്തനം തന്നെയാണ്. അപ്പോൾ വിമർശനാത്മക ചിന്തനം എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു വസ്തുതയുടെയോ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിൻ്റെയോ വിവിധ വശങ്ങളെ അനുമാനം നടത്തി ഗുണാത്മക വശങ്ങളെ വിലയിരുത്തി മൂല്യനിർണ്ണയം നടത്തുന്ന ആ ഒരു രീതിയിലുള്ള ചിന്തനമാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ വിമർശനാത്മക ചിന്തനമെന്ന് പറയുന്നത്. അടുത്ത നമ്മുടെ ഏതാണ്? സർഗാത്മക ചിന്തനം. നമുക്കറിയാം എന്താണ്? ഒരു പ്രശ്നത്തിനെ കണ്ടെത്തി സ്വയം വിലയിരുത്തി അവയ്ക്കുള്ള ഉത്തരം കണ്ടെത്തുകയോ പുതിയവ കൂട്ടിച്ചേർക്കുകയോ ചെയ്യുന്ന ആ ഒരു ചിന്തനമാണെന്ത്? നമ്മുടെ സർഗാത്മക ചിന്തനമെന്ന് പറയുന്നത്. അപ്പോൾ സർഗാത്മക ചിന്തനം എന്താണ്? ഒരു പ്രശ്നത്തിനെ കണ്ടെത്തി സ്വയം വിലയിരുത്തി അവയ്ക്കുള്ള ഉത്തരം കണ്ടെത്തുകയോ അതിന് പുതിയവ നമ്മൾ കൂട്ടിച്ചേർക്കുകയോ ചെയ്യുന്ന ആ ഒരു തരത്തിലുള്ള ചിന്തനമാണ് എന്തെന്ന് പറയുന്നത്? സർഗാത്മക ചിന്തനമെന്ന് പറയുന്നത്.
ചിന്തയുടെ സഹായ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ധാരണകൾ കോൺസെപ്റ്റ്, ബിംബം ഇമേജ്, മൂന്നെന്താണ്? ആശയം ഐഡിയാസ്. അപ്പോൾ നമ്മുടെ ചിന്തയുടെ സഹായ ഘടകങ്ങൾ ഏതൊക്കെയാണ്? കോൺസെപ്റ്റ്, ഇമേജ്, ഐഡിയാസ്, ധാരണകൾ, ബിംബം, ആശയം. അപ്പോൾ ഇതാണ് നമ്മുടെ ചിന്തയുടെ സഹായ ഘടകങ്ങളെന്ന് പറയുന്നത്. സോറി, നമുക്ക് രണ്ടെണ്ണം കൂടെ ഉണ്ട്, പ്രതീകവും യുക്തിചിന്തനവും. അത് ഞാൻ ശ്രദ്ധിച്ചില്ല, ഞാനിത് മുമ്പ് നോക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ചിന്തയുടെ സഹായ ഘടകങ്ങളെന്ന് പറയുന്നത് ധാരണ, ബിംബം, ആശയം, പ്രതീകം, യുക്തിചിന്തനം. അപ്പോൾ അഞ്ചെണ്ണമാണുള്ളത്. അപ്പോൾ ചിന്തയുടെ സഹായ ഘടകങ്ങളെന്ന് പറയുന്ന 5 ധാരണ കോൺസെപ്റ്റ്, ബിംബം, ആശയം, പ്രതീകം, യുക്തി, ചിന്തനം. അടുത്ത് ചിന്തനത്തെ പരിപോഷിപ്പിക്കുന്ന ഘടകങ്ങൾ. അപ്പോൾ ചിന്തനത്തെ നമുക്ക് പരിപോഷിക്കുന്ന ഘടകങ്ങളുണ്ട്, ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാണ്? വിജ്ഞാന സമ്പാദത്തിനു വഴിയൊരുക്കുക, സ്വതന്ത്രമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുക, കാര്യക്ഷമതയോടുകൂടിയ ചിന്തനം, ഉത്തരവാദിത്വത്തോടുകൂടിയ ചിന്തനം അഭ്യസിപ്പിക്കുക. പിന്നെന്താണ്? സ്വയം പ്രശ്നങ്ങളെ വിലയിരുത്തുവാനും പ്രശ്നപരിഹാരം കണ്ടെത്തുവാനുമുള്ള അവസരമൊരുക്കി നൽകുക, ചിന്തന വൈകല്യങ്ങൾ തിരുത്തുക. അപ്പോൾ ഒന്നുകൂടി പറയാം, ചിന്തനത്തെ പരിപോഷിപ്പിക്കുന്ന ഘടകങ്ങളാണ് നമ്മളിപ്പോൾ നോക്കിയത്. എന്താണ്? ഒന്നാമത്തേത് പറയുന്നത് വിജ്ഞാന സമ്പാദത്തിന് വഴിയൊരുക്കുക. നമ്മളൊരു വിജ്ഞാന സമ്പാദനത്തിന് വഴിയൊരുക്കുക എന്ത് ചെയ്യും? അത് നമ്മളെ ചിന്തനത്തെ പ്രോത്സാഹനം ചെയ്യും. എന്താണ്? നമ്മൾ കുറേ പഠിക്കുക, അപ്പോഴെന്ത് ചെയ്യും? നമ്മളുടെ ആ ഒരു വിജ്ഞാനം കൊണ്ട് എന്ത് ചെയ്യും? നമ്മുടെ ചിന്തനത്തെ നമുക്ക് പരിപോഷിപ്പിക്കാൻ പറ്റും. സ്വതന്ത്രമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുക. നമ്മളെ പണ്ടത്തെ ആൾക്കാർ പറയും എന്താണ്? സ്വതന്ത്രമായി ചിന്തിക്കൂ, സ്വതന്ത്രമായി, നമ്മുടെ വാക്പടാനന്ദനൊക്കെ പറയുന്നതാണ്. അടുത്ത് കാര്യക്ഷമതയോടുകൂടിയ ചിന്തനം എന്ത് ചെയ്യുന്നു? ഉത്തരവാദിത്വത്തോടു കൂടിയ ചിന്തനം. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? അഭ്യസിപ്പിക്കുവാൻ, ആ ഒരു ചിന്ത എന്ത് ചെയ്യുക? അഭ്യസിപ്പിക്കുക. അടുത്ത് പറയുന്നത് എന്താണ്? സ്വയം പ്രശ്നങ്ങളെ വിലയിരുത്തുവാനും പ്രശ്നപരിഹാരം കണ്ടെത്താനുമുള്ള അവസരം ഒരുക്കുക. അപ്പോൾ ഒരു മനുഷ്യനാണെങ്കിൽ അവനോട് എന്ത് ചെയ്യുക? അവന് സ്വയം പ്രശ്നങ്ങളെ വിലയിരുത്തുവാനും ആ ഒരു പ്രശ്നം അവനോട് സ്വയമായിട്ട് കണ്ടെത്തുവാനുമുള്ള അവനെന്ത് ചെയ്യുക? അവസരം ഒരുക്കി കൊടുക്കുക. ലാസ്റ്റ് പറഞ്ഞ എന്താണ്? ചിന്തന വൈകല്യങ്ങൾ എന്ത് ചെയ്യുക? തിരുത്തുക. ഒരാൾക്ക് ചിന്തന വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അത് തിരുത്തുക. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ചെറിയ ചെറിയ ടോപ്പിക്കുകളായിട്ട് ഇനി അങ്ങോട്ട് പോവാം. അപ്പോൾ ചിന്തനം, തിങ്കിങ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കാണ് നമ്മളിന്ന് നോക്കിയത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.